ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് റോബോക്കെക്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഇവിടെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ല, എൻ്റെ കൂടെ കളിക്കാൻ ആനുമില്ല. അപ്പം നമ്മളിൻ്റെ പഴയ വേൾഡിലാണ്. എന്തിനാന്ന് പറയട്ടെ, നമ്മളന്ന് വീടുണ്ടാക്കിയില്ലേ, അതിൻ്റെ ഒരു പരിപാടിയാണ് ഞാൻ. ഡ്രോയിങ് ബെല്ല് അടിക്കുമ്പോൾ ഓണാവും. എൻ്റെ അടിയൻ അടുത്തിരുന്ന് സൂപ്പർ ബിയർ അഡ്വഞ്ചേഴ്സ് കളിക്കുകയാണ്. ഇവൻ എന്തോ ആവുമോ, ഒരു കാറ്റർപില്ലേഴ്സിനെ അറിയുന്നു. അതിന്റെ ചുവന്ന എഡീഷനിലേക്ക് ഒരു പ്ലക്ക് കിട്ടും. ഓ, അതിന് പ്ലക്ക് ഇട്ട് കഴിച്ചു കറക്റ്റ് വന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്തേ. ഒരു കൈപ്പറ്റി ഈ സാധനം ലോഡിങ് ആയില്ലെങ്കിൽ ഞാൻ ഇട്ടിച്ച് പറയ്ക്കും. ലോഡിങ് ഞാൻ ഇവനോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഊമ്പും. അപ്പൊ കുറെ നേരം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കുറെ വീഡിയോസ് ഇട്ടിട്ടുള്ള ഇതിന്റെ ലോഡിങ് ആണല്ലോ. ഒറ്റക്കട്ട ഹര ഹര മഹാദേവോ. പോയി വയറ് വരണ്ടെടുക്കുന്നു. ഹെൽത്തി. പോയി അനിയൻ ചത്തു. പെട്ടെന്ന് കൈ എത്തിയത് താഴെ. കൈ വഴി. ഇത്ര നേരം വരാത്ത സാധനം നിനക്ക് ഇപ്പോഴാണ് വരുന്നത്. ഒറ്റ ലൈഫ് എന്ത് പറയാനാ. എന്റെ വയറ് വേനെടുക്കുന്നു. ഐഫോൺ 17 Pro Max അല്ല, ഫോട്ടോ റൗണ്ട് ചെയ്യുന്ന ആണ്. നമ്മൾ ചമ്മന്തി ആപ്ലിക്കേഷൻ എന്റെ അനിയൻ എത്തിപ്പെട്ടു. പോയി അത് കാരണം എന്റെ ഞങ്ങളും കടയിൽ പോയി. തെറ്റി മോനെ. കണ്ടു. ഓ, നീ 4 കട്ട കിടക്കുന്നു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടിക്കും കിട്ടും. എന്റെ അനിയൻ അപ്പുറത്തിരുന്ന് കുടുങ്ങിപ്പോണ്ട്. ലോഡിങ് ഓർക്ക് പ്ലാൻ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. ഇതാണ് എന്റെ പരിപാടി. ഇത് തൊടുന്നോളം ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടി കാണിക്കും. ഇത് ഒരെണ്ണം മതി. ഇനി എന്തൊക്കെ വേണ്ടത്? ഇനി എന്റെ ഇരിക്കുന്ന ആദ്യമുള്ളത് കുറച്ച് പണിയാൻ പറ്റും. ഇതൊന്നും എന്നെ കൊണ്ട് പറയാനില്ല. ഓ, പിന്നെ താഴെ ഇരിക്കുന്നില്ലേ അവിടെ പോയി അതിങ്ങനെ നമ്മളെ അറ്റാക്ക് ചെയ്ത ആ കണ്ണ് പർപ്പിള് കണ്ടുകൊണ്ട് തന്നെ താഴെ ഇട്ടു. ഞാനിവിടെ ഈ ബോക്സിംഗ് ഗ്ലൗസ് പിടിച്ചടിക്കടാ. നിന്നെ ഞാൻ ശരിയാക്കിടാ. അത് കണ്ടായില്ലോ. ഞാൻ അവിടെ തന്നെ നമ്മൾ കാണിച്ചു തരാം. നമ്മളെ ഇനി നമ്മുടെ പുറത്തായിട്ടുള്ള പരിപാടിയൊക്കെ എന്ത് നല്ല വീട്. ഈ പരിപാടിയൊക്കെ എന്തിനാണോ ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തൊക്കെയൊക്കെയോ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഭാഗമായിരിക്കും ഇത്. ഇതിങ്ങനെ പണിഞ്ഞിട്ട് ഇത് നമുക്ക് ഇപ്പോഴാണ് ആവശ്യം. എനിക്കൊരു ബൗൾ വേണം. റിയൽ ഓക്കെ ശീക്കഥ റിയൽ പൈസ നിങ്ങൾ പറയാൻ പോകുന്നില്ല. ഒരു ബൗള് നമ്മളെങ്ങനെ ഉണ്ടാക്കുമോ? എൻ്റെ കുറെ ഓക്കിരിക്കും. ഒരു ഗുണവും ഇല്ല. ഒരു പയറിന്റെ ഒരു 2 ആ
ആഡ് ഇത് ഞാൻ ഈ പറഞ്ഞതാണ് ഈ റൗണ്ട് ഇരിക്കുന്ന ചേച്ചിയുടെ കയ്യിലാണ്. ഓ അനിയൻ അപ്പുറത്തുനിന്ന് ഷീക്കായിട്ട് കളിക്കുന്നുണ്ടോ? അയ്യോ. ഓക്കെ ഗൈസ്, നമുക്കറിയാം ഇതാണ് ഇനി റിയൽ ഫൈറ്റ്. ചേട്ടൻ എവിടാന്നൊന്നും അറിയില്ല. ലെറ്റ്സ് ഗോ. ഗൈസ് പിന്നെ ഞാൻ അതിൽ പെട്ടുപോയി. ഇനി ഞാൻ ആ ബ്ലോക്ക് കാണേണ്ട വരെ വരും. നമ്മളിവിടെ കിടന്ന് മുഴുകുകയാണ് ഗൈസ്. ഒരിക്കലും നമ്മളെ തേടുന്ന പോലില്ല ഗൈസ്. ഞാനിവിടെ കിടന്ന് മുഴുകും കേട്ടോ. ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നവരും ഇല്ല. ഞാനിവിടെ ഇങ്ങനെ മടുത്ത്. അപ്പൊ നമ്മൾ ഇതിനെ പിന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് യൂട്യൂബിൽ കുറച്ച് ലിസ്റ്റ് കാണാം, എന്തെങ്കിലുമൊക്കെ കാണാം. ഞാനിവിടെ ഇങ്ങനെ കിടന്ന് മെഴുകുന്ന ചാനലൊക്കെ ഇടാണ്ട് ഇരിപ്പുണ്ട്. ഓക്കെ നിങ്ങൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കണ്ട് സെറ്റ് ആയില്ല. ഞാനിവിടെ കുറെ ഗിഫ്റ്റ് വേണമെങ്കിൽ ചിലപ്പോൾ അവിടെ ഫ്ലെയിമിന്റെ തന്നെ കാണാം. നമുക്ക് ഫ്ലെയിമിന്റെ തന്നെ കാണാം. ഫ്ലെയിമിന്റെ ഗിഫ്റ്റ് ലിസ്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്റെ അനിയൻ അപ്പുറത്തിരുന്ന് നമ്മൾ മരി അവരെ ചേട്ടൻ മരിച്ചു. ഫ്ലെയിമിന്റെ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്ലെയിം എന്ത് ചെയ്യും? നമ്മുടെ ഫ്ലെയിം എന്ത് ചെയ്യും? നമ്മുടെ ഫ്ലെയിമിന്റെ സൺകൂട്ടിന്റെ ആളാം. ഞാൻ പോയി രണ്ടിട്ട് വരാം. ഇതൊരു സ്നൈപ്പർ അല്ലേ? അപ്പൊ ഈ സ്നൈപ്പർ ആവുമ്പോ ഇവ അത്യാവശ്യം ഹ്യൂജ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നമുക്ക് ഇതുപോലത്തെ വലിയത് തരാൻ ചാൻസ് ഇല്ലല്ലോ. മനസ്സിലായോ? ഞാനൊക്കെ ആദ്യമായിട്ടാണ് തോക്ക് ഉപയോഗിക്കുന്നത്. സോ ലെറ്റ്സ് സീ. അവൻ വരട്ടെ, എന്റെ പൊട്ടൻഷ്യൽ കാണിച്ചു കൊടുക്കാൻ. ഒന്ന് എസ്കേപ്പ് അടിച്ചോക്ക്. ഓ ഇതാണ് സൺകോഡ്. ഇതാണ് സൺകോഡ്. അവിടെ കാര്യം പറയല്ലേ, ഇവനെ കാണാൻ ഒരു സൂര്യന്റെ കട്ട് ഉണ്ട് കേട്ടോ. ഇവന്റെ ഫേസിങ് ഇവനാണ് സൺകോഡ്. ഇവനെ കൊല്ലാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. ഇവൻ തന്നെ ആയിരിക്കും. ഇവൻ ചില്ല് കൈയാണല്ലോ, ഇവനെ കൊല്ലണോ? പക്ഷെ കുഴപ്പമില്ലടാ, നമുക്ക് എന്തായാലും കൊന്നേ പറ്റുള്ളൂ. വുഡ് കട്ട് ചെയ്ത് കുറച്ച് ടൂൾസ് സെറ്റ് ചെയ്യട്ടെ. കോമൺ മൈൻക്രാഫ്റ്റ് തിങ്. പക്ഷെ ഇത് വെച്ചിട്ട് വുഡ് പൊട്ടിക്കാൻ പറ്റൂലല്ലേ? ഫ്ലെയിമിന്റെ ഒടുക്കത്തെ ചോദ്യം ഗൈസ്, ഈ തോക്ക് വെച്ചിട്ട് എങ്ങനെയാണ് വുഡ് പൊട്ടിക്കുന്നത്? നമ്മള് അന്താരാഷ്ട്ര ചിന്തകൾ ചിന്തിക്കണം എന്നാണ് ഗൈസ്. എന്റെ ലേറ്റസ്റ്റ് പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കാറ്റിന് എന്തുകൊണ്ട് കാറ്റ് എന്ന് പേര് വന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ. അങ്ങനെ ഫ്ലെയിമിന് ആദ്യമായിട്ടാണ് കേട്ടോ തോക്ക് യൂസ് ചെയ്യുന്നത്. അതാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓക്കെ അതെ അതെ. ആ ബാറ്റിനെ വേണമെങ്കിൽ കൊണ്ടുവരാൻ ഞാൻ ഇവിടെ ബാറ്റ് കഴിവുണ്ടോക്കട്ടെ. ആ സൂപ്പർ. പറ്റില്ലെങ്കിൽ മാറി ഞാൻ കാണിച്ചു തരാം. അത് ചെറിയ പാളിച്ചൊക്കെ ഓ ബാറ്റിൽ അടിച്ചത് ഏതൊക്കെ പറയാൻ വരുന്നല്ലേ? അയ്യവ ഗോൺസ് എവിടെ നല്ല ലഷ് കേവ്സ് ഒക്കെ ഉണ്ടല്ലോ ഗോൺസ് എവിടെ? ആക്ച്വലി ഐ ഗോട്ട് 19 സംതിങ് അയൺ ബ്രോ. എന്റെ 9 ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ കംപ്ലീറ്റ് അയൺ ടൂൾസ് ആൻഡ് ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗോൺസിന്റെ അടുത്തോട്ട് പോകാം. ഹലോ ഗോൺസ്, ഈ സാധനമാണ് നിനക്ക് വേണ്ടി. തരൂല ഞാൻ. അവിടെ ഇച്ചിരി പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു. വാടാ അങ്ങോട്ട് പോയാ കട. ഓക്കേ ലെറ്റ്സ് ഗോ. എടാ നീ കണ്ടത്? ഞാൻ എന്തോ കണ്ടല്ലോ ബ്ലാക്ക് മാൻ. എൻഡർമാൻ ആണോ അത്? എൻഡർമാൻ അല്ലല്ലോ. എൻഡർമാൻ എന്തിന് സ്വന്തം ഓപ്ഷൻ അടിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു ചില ഗ്രാമവാസികൾ തോന്നുന്നു. നല്ല ആൾക്കാരാണല്ലോ അവര്. എടാ ഇതാണോ മറ്റേ സൺകോഡ്? ഇതാണോ സൺകോഡ്? ബ്രോ ഡോണ്ട് സേ. ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തിരുന്നു ബ്രോ. ഡോണ്ട് സേ ദാറ്റ് ബ്രോ. യോ ബ്രോ, ഹൗ ആർ യു? ഹൗ ഡു യു ഡു? ഇവൻ എത്ര ഡാമേജ് തരും? അയ്യേ, ഇവന് നമ്മളെ വേണ്ടേ? അത് മിക്കവാറും സൺകോഡ് ആവില്ല. സൺകോഡിന്റെ ചെറിയ അണ്ടർലിങ്സ് ആവും. സൺകോഡിന്റെ താഴെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും അതൊക്കെ. ഇനിയിപ്പോ സൺകോഡിന് ദേഷ്യം പിടിച്ചാൽ ഇനി അവൻ നമ്മളെന്ത് ചെയ്യുമാവും? നമുക്ക് എന്തായാലും ഇനി ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ കുറച്ച് സേഫ് ആയിരുന്നാലോ.
ഗോൺസേ ഗോൺസേ നീ ഇത് കണ്ടെന്ന് എടാ എന്തോന്നുള്ളത് ബ്രോ നമ്മളെ തിയറി ശരിയായിരുന്നു ബ്രോ കൊല്ല് 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 കൊല്ല്. ഇവനെ കൊല്ലാൻ പറ്റുമോ മച്ചാനേ ഹലോ എനിക്ക് തോന്നണേ ഇവർ രാവിലെ മാത്രമേ പോയാ. പോയാ ഞാൻ പറയാണല്ലോ അവന് ദേഷ്യം പിടിച്ചെന്ന് തോന്നുന്നു അവൻ മിക്കവാറും നമ്മളൊന്ന് സ്പെക്ടേറ്റ് ചെയ്യാൻ വന്നതായിരിക്കും ഞാൻ ഇപ്പൊ ശ്വാസം വലിച്ചല്ലോ അവിടെ. എടാ എന്താടാ എനിക്ക് സൗണ്ട് കേക്കണ് ആ അത് അടുത്തെന്ന് ഓ ഓ ഐ ഹാവ് സോ മെനി തിങ്സ്. എന്റെ അമ്മേ. ഓ മച്ചാനെ ഞാൻ പറഞ്ഞതാ സൺഗോഡിന് ദേഷ്യം പിടിച്ചെന്ന് വേണ്ടായിരുന്നു നമ്മളെ കൊല്ലണ്ടായിരുന്നു നിന്നെ കൊന്നതിന്റെ ശേഷം എന്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു ഒറ്റ നോട്ടടേ അതിനുശേഷം അവൻ പോയി തോണ്ട അവന്റെ ഒരു അന്യായി തോണ്ട. ഓ ദേ കിടക്കുന്നു എടാ അവനെ കൊന്നപ്പോ എനിക്കൊന്നും സാധനം കിട്ടി. ഇത് നോക്ക്. ഓ എന്തൊരു തേങ്ങ. സ്ക്രാപ്പ് സ്റ്റാർ ഫ്ലെയിമേ, വാ 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 പോവാ പോവാ. ഗോൺസേ എടേ സൗണ്ട് ഓ ഓ അങ്ങോട്ട് നോക്കി എടാ ബോയിൽഡ് ആണല്ലോ അത് എവിടെ? ഓ എടാ ഓ എടേ ഇവനുണ്ടോ ഇതില് എടേ 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 ഓ ഓ ഓ വരണ്ടാ ഓടാ ഓട് 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 ഓക്കേ 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 ഓക്കേ. ഫ്ലെയിമിന്റെ പിന്നാലെയാണ് നമുക്ക് അവനെ ബാക്കിലൂടെ വരുമാനം അടിക്കാം. ഇവനെ കൊല്ലാൻ പറ്റൂലേ ഓ ലെറ്റ്സ് ഗോ ഒരു തലച്ചോറുണ്ട് അവിടുത്തെ അടിക്കണേ. അടിക്കുമ്പോ ഓ കൊന്ന് ഫ്ലെയിം നമുക്ക് എന്തായാലും ഇവിടെ തമ്പടിക്കാം കേട്ടോ. ഞാൻ കുറച്ച് വുഡ് നോപ്പിക്കട്ടെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും ഒരു ഷെൽട്ടർ ഉണ്ടാക്കി വെക്കാം അവിടെ എടേ പിന്നെ സൗണ്ട് കേൾക്കുന്നു എടാ ഓ ഇവിടെ അവൻ പിന്നെയും വന്ന് ഇതിന്റെ ഇടയിൽ കുട്ടിക്കുരിപ്പ് അച്ഛനെ എന്താണ് അവൻ ആര് സൺഗോഡ് ബ്രോ. ഐ വാണ്ട് ദ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ഹിം ബ്രോ. അതെ സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ഈ ബുള്ളറ്റ് ഉണ്ട് എന്റെ കയ്യിലുള്ള തലമണ്ടൊക്കെ തുളഞ്ഞു കയറും മനസ്സിലായ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ചുകൂടി അവന്റെ അടുത്തോട്ട് പോയേക്കാം. എന്തിന് പറയണ നോക്കി എന്നിട്ട് ബ്രോ. ഓക്കേ ഓക്കേ ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ. ഓ മൈ ഗോഡ് എന്തിനാണ് ഇവിടെ ഉണ്ടായത്? എന്റെ ചെവി പോയി. ഞാൻ പേടിച്ചില്ലാണ്ടായി നീ വീട് പണി തുടങ്ങി. ഞാൻ എന്തായാലും എന്നെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ചെയ്യും ഇവിടെ. ഇങ്ങനത്തെ ഓരോ ക്രീച്ചർ വരുമ്പോഴാണ് നമുക്ക് വീടിന്റെ ആവശ്യം വരുന്നത് സെയിം ആളാടാ. ഓ ഓ ഓ ഗോൺസൺ നിന്റെ ബാക്കിൽ മച്ചാനെ നീയും അവൻ പോയി എടാ അവൻ എന്താ ഇപ്രാവശ്യം ഇരിക്കണ എന്റെ എടാ എന്നാ ബ്ലിങ്ക് ആവണ് എന്റെ കണ്ണ് ബ്ലിങ്ക് ആവണോ മച്ചാനെ എടാ അവൻ എന്താ എന്നെ ടാർജറ്റ് ചെയ്യണ് പോയടാ എന്റെ സ്ക്രീനൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കണ് അവൻ എന്നെ നോക്കിട്ട് ആ സൗണ്ട് വീണ്ടും കേൾക്കുന്നു ഓ ദാ വീണ്ടും ഓ സൺകോഡ് എൻഡർമാൻ ഫൈറ്റ് ഇവൻ നമ്മളെ LA ആണ് കേട്ടോ ബോൾഡ് വൺ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഓ ബ്രോ ഇതൊന്നും സ്ക്രീൻ പോകുന്നില്ല. ഓ ഇതൊന്നും സ്ക്രീന് പോവാതെ എടാ ഇതെന്താ ബ്ലഡിന്റെ റെയിനോ ഓഹോ വെറുതെ ആ സൺഗോഡിനെ പോയി ചാലഞ്ച് ചെയ്യണ്ടായിരുന്നു ഇപ്പൊ അവന്റെ താഴെയുള്ള എല്ലാരും എടുത്ത് താഴോട്ട് ഇടുന്നുണ്ട് ദിസ് ഈസ് ദി ഐക്കോണിക് പെട്ടി വീട്. ഇവിടെ നോക്കുമ്പോ ഫ്ലെയിമിന്റെ ഐക്കോണിക് പെട്ടി വീടൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. അയ്യോ എടാ പോടാ നിന്റെ ബാക്കിൽ എന്തോന്നടാ അവൻ വീണ്ടും വന്നടാ അയ്യോ വരുന്നു മച്ചാനെ അയ്യോ ബ്രോ കൊല്ലത്ത് അയ്യോ എന്നെ കൊല്ലൂടാ അയ്യോ എന്നെ ഇപ്പൊ പിടിക്കും എടാ കില്ലേ ഓ എന്നെ ഇപ്പൊ കിട്ടും എടാ താഴത്തെ എല്ലാരും ചങ്കും പൊട്ടിക്കുന്നടാ അവൻ അയ്യോ എടാ കൊല്ലടാ അവൻ എങ്ങനെങ്കിലും എടാ ഇത് നോക്കടാ എന്താടാ ഇത് അയ്യോ എടാ നമ്മുടെ വീട് ഇപ്പൊ പൊട്ടിക്കും അയ്യോ വീട് പോയേ ഇല്ലല്ലോ വീട് പോയില്ല അയ്യോ എന്നെ പിടിച്ച് എന്താ വരുന്നത് എന്നെ കൊന്ന് ഇവനെ ഓ എന്നെ കൊന്നടാ എടാ അവൻ വീണ്ടും പോയില്ലടാ അവൻ എന്നെ കൊല്ലുന്നടാ ഓ ഇവിടെ ഓക്കെ അയ്യോ എന്നെ കൊല്ലണേ ഓ കിട്ടി അവൻ പോയോ കൊന്ന് ലെറ്റ്സ് ഗോ ഇത് നോക്കടാ ഇവിടെ എന്താ എടാ ഇതിന്റെ അവസ്ഥ നോക്കടാ കംപ്ലീറ്റ്ലി റൂയിൻഡ് സൺഗോഡിന്റെ പവറാപ്പത് അപ്പൊ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അറ്റ്ലാസ്റ്റ് നമ്മൾ ആ സൺഗോഡ് പട്ടി തീർത്ത് കളഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ അപ്പൊ ഹലോ ഗൈസ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ ഇതാണ് മൈൻക്രാഫ്റ്റിലെ നമ്മുടെ പരിപാടി നമ്മുടെ ഫ്ലെയിമിന്റെ പരിപാടി അപ്പൊ ഗൈസ് ഞാൻ ഇന്ന് ഈ ഒരു വേൾഡിൽ ഇമ്പോസിബിൾ മൈൻക്രാഫ്റ്റ് പറഞ്ഞ ഡാറ്റ പാക്ക് കയറ്റിയിട്ടുണ്ട്